Hi everyone, this is Abin from everything you want to know about Apple. അങ്ങനെ നമ്മുടെ iOS 15.4ൻ്റെ പബ്ലിക് ബീറ്റ 4 റിലീസ് ആയേക്കാണ്. ഇത് ഏകദേശം വന്നിരിക്കുന്നത് 369 MB ഐഫോൺ 7 പ്ലസിൽ. അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും. അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 15.4 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്. watchOS 8.5 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS 15.4 ബീറ്റ 4 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 12.3 ബീറ്റ 4 റിലീസ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളെ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ആ ഒരു ആപ്പിൾ കമ്മ്യൂണിറ്റിയിലേക്ക് ഇപ്പോൾ ഒരു ആപ്പിൾ മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻ്റെ തുടക്കത്തിൽ തന്നെ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ നേരെ ജനറൽ എബൌട്ട്സ് ടാപ്പ് ചെയ്തിട്ട് സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും 19E5235A എന്ന്, അതായത് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് തന്നെയാണ്. പിന്നീട് വന്ന മാറ്റം നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഉണ്ട്. എസ്പെഷ്യലി 13 സീരീസിനാണ് ആ ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ അടുത്ത മാറ്റം വന്നിരിക്കുന്നത് സിറി ആൻഡ് സെർച്ചിലാണ്. നമ്മുടെ സിറി ആൻഡ് സെർച്ചിൽ സിറി വോയിസ് നമ്മൾ ടാപ്പ് ചെയ്യുക. ഇതിൽ അമേരിക്കൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അല്ലെങ്കിൽ ആ ഒരു വെറൈറ്റിയിൽ മാത്രം നമുക്ക് പുതിയൊരു ഓപ്ഷൻ ഉണ്ട്. അതായതാണ് വോയിസ് 5. അത് നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സൗണ്ട് നമുക്ക് ഈ ഒരു അമേരിക്കൻ വെറൈറ്റിയിൽ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി ഒരു വെറൈറ്റീസിലും വോയിസ് 5 അല്ലെങ്കിൽ വോയിസ് 3 വന്നിട്ടില്ല. അടുത്ത വന്ന മാറ്റം നമ്മുടെ iOS 15.3.1 റിലീസ് ചെയ്തപ്പോൾ ആപ്പിൾ റിലീസ് ചെയ്ത പ്രസ് ക്ലബിൽ പറയേണ്ടായിരുന്നു, എയർ ടാഗ് ഉപയോഗിച്ച് നമുക്ക് അറിയാൻ പാടില്ലാത്ത വ്യക്തികളെയും അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നെങ്കിൽ അവരുടെ ഹാൻഡ് ബാഗിലോ അല്ലെങ്കിൽ വണ്ടിയിലോ എവിടെയെങ്കിലും നമ്മുടെ എയർ ടാഗ് ഇട്ട് അവരുടെ ലൊക്കേഷൻ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രവണത അത് ശരിക്കും ഒഫൻസാണ്. ആ ഒരു ഒഫൻസ് കാരണം തന്നെ ആപ്പിൾ പുതിയൊരു എയർ ടാഗിൻ്റെ പോളിസി റിലീസ് ചെയ്തായിരുന്നു. ആ ഒരു അപ്ഡേഷൻ നമുക്ക് ഈ 15.4ൻ്റെ പബ്ലിക് ബീറ്റ 4ൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ ടാഗ് നമ്മളിൽ തൊട്ട് ലിങ്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് ആയിരിക്കും വരുന്നത്. കാരണം നമ്മുടെ ലൊക്കേഷൻ മാത്രം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ആപ്പിൾ ID വെച്ച് ഈ ഒരു എയർ ടാഗ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല ഈ ഒരു എയർ ടാഗ് വേറൊരു ആൾക്കാരെ കൺസെൻ്റ് ഇല്ലാതെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ ഒഫൻസാണ് മിക്ക രാജ്യങ്ങളിലും എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പപ്പ് മെസ്സേജ് വരികയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളെ, അതായത് എന്നെയോ നിങ്ങളെ വേറൊരു വ്യക്തിയുടെ എയർ ടാഗ് ഉപയോഗിച്ച് അവർ നമ്മളെ ട്രാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഐഫോണിൽ നമുക്ക് ഇനി മുതൽ ഇങ്ങനെ ഒരു മെസ്സേജ് വരും, അൺനോൺ ആക്സസറി ഡിറ്റക്റ്റഡ്. അതായത് നമ്മുടെ കൂടെ വേറൊരു അൺനോൺ ആക്സസറീസ് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ ഐഫോണിൽ ഒരു മെസ്സേജായിട്ട് നമുക്ക് വരുന്നതായിരിക്കും. ഏറ്റവും നല്ല രീതിക്കായുള്ള സെക്യൂരിറ്റി അപ്ഡേറ്റ് ഈ ഒരു 15.4ൻ്റെ പബ്ലിക് ബീറ്റ 4ൽ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അടുത്ത വന്ന മാറ്റം നമ്മുടെ വാച്ച് ആപ്പ് യൂസ് ചെയ്യുന്നവർക്കാണ്. നമ്മുടെ iOS 15.4ൻ്റെ പബ്ലിക് ബീറ്റ 4 യൂസ് ചെയ്യുന്ന വ്യക്തികളുടെ വാച്ച് ആപ്പിൽ നമുക്കിനി മുതലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരെ മെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് എടുക്കുക. ഇവിടെ കസ്റ്റം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് വേറെ പല ഓപ്ഷൻസ് കാണുന്നുണ്ടെങ്കിലും ഹൈഡ് മൈ ഇമെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനില്ല. പക്ഷേ 15.4ൻ്റെ പബ്ലിക് ബീറ്റ 4ൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാകും. ഇത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കാണാത്തതെന്ന് വെച്ചാൽ ഇത് 15.3.1 OS ആണ് റൺ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഫോണിൽ ആ ഒരു കാര്യം കാണാത്തത്. ഇനി iOS 15.4ൽ വന്നിരിക്കുന്ന ബഗ്ഗുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ മ്യൂസിക് ബഗ്ഗിന് സ്റ്റാർട്ട് ചെയ്യാം. മ്യൂസിക് ബഗ് ഇപ്പോഴും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ സോങ്സ് വെക്കുമ്പോൾ നമ്മുടെ ഡിവൈസിൻ്റെ CPU കൂടുതൽ റൺ ചെയ്യാനും അതേപോലെ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ചെയ്യാനും അത് കാരണമാകുന്നുണ്ട്. പിന്നീട് വന്നാണ് നമ്മുടെ സ്റ്റോറേജ് ബഗ്. സ്റ്റോറേജ് ബഗ് ഇപ്പോഴും പല വ്യക്തികൾക്കും ഭയങ്കരമായിട്ട് തന്നെ ഇമ്പാക്റ്റ് വരുത്തുന്നുണ്ട്. കാരണം ആ ഒരു സ്റ്റോറേജ് ബഗ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരുടെ ഡിവൈസിൽ കുറേയധികം പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിവൈസ് തന്നെ സിസ്റ്റം ഡാറ്റയും അതേപോലെ iOS ഡാറ്റയും നല്ല രീതിക്ക് തന്നെ വലിക്കുന്നുണ്ട്. ചിലർക്കത് 0 KB ആയിരിക്കും. പക്ഷേ എന്നാലും പലർക്കും പല കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നീട് പെർഫോമൻസിൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഡിവൈസ് 2-3 ദിവസങ്ങളിൽ യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുക. പിന്നെ ഹീറ്റിങ്ങിൻ്റെ കാര്യം
എനിക്ക് ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞിട്ട് വലുതായിട്ട് ഹീറ്റിംഗ് ഒന്നും തോന്നിയിട്ടില്ല. ലാസ്റ്റ് വട്ടം ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഹീറ്റിംഗ് ഇത്രയും നേരം ഉപയോഗിച്ചിട്ടും ഒരു ഹീറ്റിംഗ് ഒന്നും എനിക്ക് ഈ ഒരു ഡിവൈസിന് യൂസ് ചെയ്തിട്ടില്ല. ഇനി ഫർദറായിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഇതിൻ്റെ ഓരോ കംപ്ലയിൻസും അതേപോലെ പുതിയ പുതിയ അപ്ഡേഷൻസും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാറ്ററിയുടെ കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു OS നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു ബാറ്ററിയുടെ സെൻസ് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ നോക്കുമ്പോഴും ഇപ്പോഴും നമുക്ക് കാണാം 83 തന്നെയുണ്ട്. അപ്പോൾ നല്ലൊരു ബാറ്ററി പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാ കാര്യവും നമ്മുടെ മാത്രം യൂസേജിലാണ്. 1-2 ദിവസം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ബാറ്ററി കൺസപ്ഷൻ്റെ കാര്യം കുറച്ച് ഐഡിയ കിട്ടും. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും മതി. നിങ്ങൾക്ക് എളുപ്പത്തിന് ഇപ്പോൾ തന്നെ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഒരു ആപ്പിൾ മെമ്പർ ആവാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഇതാണ് നമ്മുടെ iOS 15.4ൻ്റെ പബ്ലിക് ബെറ്റ 4ൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടരും ഇപ്പോൾ തന്നെ സബ് ചെയ്യുക. പിന്നീട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഹോൾ വീഡിയോ. This is your Abin Xavier signing from everything you are now.